പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂൺ മാസം 22-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ദൈവത്തിൻ്റെ കൃപയെന്നല്ലാതെ നമുക്ക് എന്നാ പറയാനുള്ളത്? കഴിഞ്ഞ പകൽക്കാലം നമ്മുടെ അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നിന്നൊക്കെയും വിടുവിച്ച ദൈവകൃപയ്ക്ക് കർത്താവിന് കരമുയർത്തി സ്തോത്രം പറ. കർത്താവെ സ്തോത്രം 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 സ്തോത്രം. പോയ രാത്രികാലം കർത്താവ് നമ്മളെ കരുതിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞു. സ്വസ്ഥമായി ഈ പോയ രാത്രികാലം കർത്താവ് നമുക്ക് ഉറക്കം തന്നില്ലേ? കർത്താവ് നമ്മളെ ഉറക്കിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ രാവിലെ ഉണരുവാൻ കർത്താവ് കൃപ ചെയ്തില്ലേ? അതിനായിട്ടും കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവിന് ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന പിതാവിന് താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം പറയുന്നു. കർത്താവ് നല്ലവൻ, കർത്താവ് വിശ്വസ്തൻ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആവശ്യങ്ങളിൽ കൂടെയിരിക്കുന്ന നല്ല പിതാവിന് സ്തോത്രം ചെയ്യുന്നു. യഹോവ റാഫയായി ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. യഹോവ ജൈറയായി ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. നല്ലിടയനായി ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. നിസിയായി ജയത്തോടെ നടത്തുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിലും ഈ സന്ദേശം കർത്താവെ പറയുവാനും കേൾക്കുവാനും ഒക്കെ അങ്ങ് ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇതെല്ലാം കർത്താവിൻ്റെ കൃപയാണ്. ഞങ്ങളതിന് നന്ദി പറയുന്ന കർത്താവെ. ഞങ്ങൾ ആരോഗ്യത്തോടിരിക്കുന്നത് അങ്ങയുടെ കൃപ, ഞങ്ങൾ ആയുസ്സോടിരിക്കുന്ന അങ്ങയുടെ കൃപ. ഓരോ ദിവസവും അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം കർത്താവ്. അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. നന്ദി നന്ദി കർത്താവെ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത് സങ്കീർത്തനത്തിൽ 84-ാം സങ്കീർത്തനം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. അതെ, ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത്. ആ തിരുനിവാസം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്നത്, ആ സാന്നിധ്യം ഉള്ളണം. അപ്പം എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു നോക്കിക്കുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദിവസവും ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. കർത്താവിൻ്റെ പ്രസൻസിനെ നമ്മൾ ഹോണർ ചെയ്യുന്നവരായിരിക്കണം. കർത്താവിൻ്റെ പ്രസൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ കഴിയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഇന്ന് ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങൾ അങ്ങയുടെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനസികമായി ഒത്തിരി ഡൗൺ ആയിട്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മാനസികമായ പ്രയാസങ്ങൾ മാറട്ടെ, അവരുടെ മനസ്സിലുള്ള സംഘർഷങ്ങൾ മാറട്ടെ. എല്ലാ സംഘർഷങ്ങളും മാറി പ്രത്യാശ, യേശുവിലുള്ള പ്രത്യാശ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തലയ്ക്കകത്ത് ഭയങ്കര വേദനയും ഭാരവും അനുഭവപ്പെടുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് തലയുടെ റൈറ്റ് സൈഡിൽ ബാക്കിൽ പെയിനായി ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപ ആമേൻ തൻ്റെ മക്കളുടെ മേൽ ഇറങ്ങുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വേദനകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. തൻ്റെ കുഞ്ഞുങ്ങളുടെ ആമേൻ ഡെയിലി ആക്ടിവിറ്റീസിനെ തടയുന്നതായ ശാരീരിക അസ്വസ്ഥതകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറി അവർ ആരോഗ്യവും സൗഖ്യവും സമാധാനവും ഉള്ളവരായി തീരട്ടെ. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണം. അതുപോലെ കർത്താവേ, സാമ്പത്തികമായ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകട്ടെ. ബിസിനസ് ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകട്ടെ. വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ ഫേവർ ഉണ്ടാകട്ടെ. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഇന്ന് കർത്തൃ ദിവസമാണല്ലോ. സഭായോഗങ്ങൾ അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. വലിയ ദൈവപ്രവൃത്തി ലോകവ്യാപകമായി നടക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഒരു ഉണർവിന് വേണ്ടി ഇന്നത്തെ സഭായോഗങ്ങൾ മുഖാന്തരമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകച്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നമുക്ക് നാളെ കർത്താവ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. രാത്രി ഇന്ത്യൻ സമയം 9:30 പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പങ്കെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്നും നാളെയുമായിട്ട് നിങ്ങൾ ചെറിയ ചെറിയ മെസ്സേജുകൾ അയച്ചാൽ നമ്മൾ ആ മീറ്റിങ്ങിൽ
നാളത്തെ മീറ്റിങ്ങിൽ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. പക്ഷേ വളരെ അത്യാവശ്യകരമായ കാര്യങ്ങൾ മാത്രം അയക്കുക, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളാണെങ്കിലും അറിയിച്ചാൽ നമുക്കത് ഒന്നിച്ച് അതിനുവേണ്ടി സ്തോത്രം പറയാൻ ഇടവരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സദൃശ്യവാക്യങ്ങൾ 1-ന്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നമ്മൾ വളരെ എല്ലാവർക്കും സുപരിചിതമാണ്, കുഞ്ഞുങ്ങളെയൊക്കെ കാണാതെ പഠിപ്പിക്കുന്നതായ ഒരു വാക്യമാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. അപ്പം എന്നാ പറയുന്നത്, ഫിയർ ഓഫ് ദ ലോഡ്, ദൈവഭയം. യഹോവ ഭക്തി എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് ദ ഫിയർ ഓഫ് ദ ലോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ നോളജ്. അപ്പം ഫിയർ ഓഫ് ദ ലോഡ്, അതായത് ദൈവഭയം എന്ന് പറഞ്ഞാൽ അത് ഒരു നമ്മൾക്ക് പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. നമുക്ക് കള്ളന്മാരെ പേടിയുണ്ട്, പാമ്പിനെ പേടിയുണ്ട്, അങ്ങനെയുള്ള ഭയമല്ല. ഭയം എന്ന് പറയുന്നത്, കർത്താവിനോടുള്ള ഭയമെന്ന് പറഞ്ഞത് എന്നാ പറയുക, കർത്താവിനോടുള്ള ഭയം നമ്മുടെ കർത്താവ് വിശുദ്ധനാകുന്നു, കർത്താവ് സത്യവാനാകുന്നു, കർത്താവ് നീതിമാനാകുന്നു. ആമേൻ. കർത്താവിൻ്റെ ആ മഹത്വം നമുക്ക് മനസ്സിലാകുമ്പോൾ ആ കർത്താവിനോടുള്ള ഭക്തിയോടുകൂടെയുള്ള ഒരു ഭയമാണ്. അതാണ് കർത്താവ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അതാണ് ഇവിടെ ശലോമോൻ ഉദ്ദേശിക്കുന്നത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ആമേൻ എഴുതുമ്പോൾ ആമേൻ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനം ആരംഭിക്കുന്നത് നമ്മൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണം നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ദൈവത്തെ ഭയമെന്ന് പറഞ്ഞാൽ സകലത്തിലും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഭയമെന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പം അത് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക, ദൈവിക അനുഗ്രഹത്തിന് വേണ്ടി, ദൈവിക നന്മയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. നമ്മൾ ക്രമീകരിക്കുക. നമ്മുടെ അതായത് കർത്താവിനെ കേൾക്കുവാൻ, അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നു. താഴ്മയുള്ളവരാകുവാൻ നമ്മൾ ഹല്ലേലൂയ തയ്യാറാകുന്നു. മാനുഷിക ബുദ്ധികളെ നമ്മൾ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ടോ കർത്താവ് പറയുന്നത് കേൾക്കുവാനും കർത്താവ് പറയുന്നത് അനുസരിക്കുവാനും തയ്യാറാകുന്നു. മനുഷ്യനെയും ദൈവത്തെയും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമ്മൾ തയ്യാറാകുന്നു. അപ്പോൾ അതെന്ത് ചെയ്യും? നമ്മളെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിനകത്തു നിന്നൊക്കെ നമ്മളെ വിടുവിക്കും. പലരുടെയും ജീവിതത്തിൽ പരാജയങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ട്. പിന്നെ ഈ യഹോവ ഭയമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫിയർ ഓഫ് ദ ലോഡ് എന്ന് പറഞ്ഞാൽ, എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കർത്താവ് ഉണ്ടെന്നുള്ളൊരു ബോധം എനിക്കുണ്ടാകണം. എൻ്റെ ജീവിത പങ്കാളിയേക്കാൾ, എൻ്റെ കുഞ്ഞുങ്ങളെക്കാൾ, എൻ്റെ മാതാപിതാക്കളേക്കാൾ അടുത്ത് എനിക്ക് ആരാ കൂടെയുള്ളത്? എൻ്റെ കർത്താവാണ് എൻ്റെ കൂടെയുള്ളത്. ആ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ജീവിതമായിരിക്കണം എപ്പോഴും. ഒരു കുഞ്ഞ് തൻ്റെ അപ്പൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ എപ്പോഴും അപ്പൻ്റെ ഇഷ്ടത്തിനേ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ അമ്മയുടെ ഇഷ്ടത്തിനേ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ മാതാപിതാക്കളോടുകൂടെ വളരുമ്പോൾ അവരെപ്പോഴും ശ്രദ്ധാലുക്കൾ, അവരുടെ മാതാപിതാക്കൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊരു ചിന്തയുണ്ട്. എന്നാൽ മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുമ്പോൾ പല കുഞ്ഞുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്താ കാരണം? അവർക്ക് മാതാപിതാക്കളുടെ പ്രസൻസിൽ അവർ മാതാപിതാക്കളെ ഭയപ്പെടുന്നു. ഇങ്ങോട്ട് നോക്കി, നമ്മുടെ ജീവിതത്തിൽ നമുക്കും ആ ഒരു ബോധ്യം വേണം. കർത്താവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഹീ ഈസ് വാച്ചിങ് മീ, ഹീ ഈസ് ലിവിങ് ഇൻസൈഡ് ഓഫ് മീ. എൻ്റെ ഉള്ളിൽ അവൻ വസിക്കുന്നു എന്നൊരു ബോധം നമുക്കുണ്ടാകണം. ജോസഫിന് ആ ബോധമാണ് പൊത്തിഫറിൻ്റെ വീട്ടിൽ വെച്ച് പാപം ചെയ്യാതെ ജോസഫിനെ സംരക്ഷിച്ചത്. നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ കൂടെ ഉണ്ട്. എന്നെ അനുഗ്രഹിക്കുന്നത് കർത്താവ്. അതുകൊണ്ട് എനിക്ക് തെറ്റായ ഒരു മാർഗത്തിലുള്ള അനുഗ്രഹത്തിൻ്റെ ആവശ്യമില്ല. എൻ്റെ നന്മ തരുന്നത് കർത്താവ്. ആ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എനിക്ക് തെറ്റായ വിധത്തിലൊരു നന്മയുടെ ആവശ്യം എനിക്കില്ല. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവഭയത്തിലാണ് ജീവിക്കുന്നത്. അത് നമ്മളെ ജ്ഞാനത്തിലേക്ക് നയിക്കും. അപ്പോൾ നമ്മൾ തെറ്റിലേക്ക് പോകത്തില്ല, അബദ്ധത്തിലേക്ക് പോകത്തില്ല. നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെന്നുള്ള ആ ബോധ്യം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ നമ്മുടെ കർത്താവിനെ നമ്മുടെ കുടുംബത്തിനകത്ത് ആദരിക്കണം, ജോലിയിൽ ആദരിക്കണം, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ആദരിക്കണം. നിങ്ങൾ ചെയ്യുന്ന എല്ലാ തീരുമാനങ്ങളിലും ദൈവത്തെ നിങ്ങൾ ആദരിക്കണം. അർത്ഥം കർത്താവിനെ മാനിച്ച് വേണം എല്ലാം ചെയ്യാൻ. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ മാനിക്കുവാനിട വരും. ഹല്ലേലൂയ. ലോകം പറയും നമ്മൾ ബുദ്ധിമാന്മാരായിരിക്കണം. പക്ഷേ കർത്താവ് പറയുന്നു സക്സസ് ബിഗൈൻസ്, അതായത് ജയം ആരംഭിക്കുന്നത് ദൈവഭയത്തിലാണ്. അല്ലാതെ മാനുഷിക ബുദ്ധിയിലല്ല ജയം ആരംഭിക്കുന്നത്, ദൈവഭയത്തിലാണ്. ഹല്ലേലൂയ. അപ്പം ഇന്ന് പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവെ, അങ്ങേ ഭയപ്പെട്ട് ജീവിപ്പാൻ ഒരു കൃപ തരണം. യഹോവ ഭയത്തിൻ്റെ ആത്മാവെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്കൊരു ദൈവഭയമുണ്ടാകും. ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ദൈവഭയമാണ്. ആമേൻ. ദൈവഭയം നമ്മളെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തും. ദൈവഭയം നമ്മളെ തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തും. ദൈവഭയം അനീതി ചെയ്യുന്നതിന് നമ്മളെ മാറ്റി നിർത്തും. അതുകൊണ്ട് എന്തു വേണം? നമ്മൾ ദൈവഭയമുള്ളവരായി ജീവിപ്പാൻ കർത്താവ് നമ്മളെ
ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 25-ന്റെ 12-ാമത്തെ വാക്യം എന്നാ പറയുന്നത്? യഹോഭക്തനായ പുരുഷനാർ, അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ എങ്ങനെ? അവൻ തിരഞ്ഞെടുക്കുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയുക, യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. അപ്പോൾ കർത്താവിനെ ഭയപ്പെട്ട് നടക്കുമ്പോൾ കർത്താവിൻ്റെ കൂട്ടായ്മ നമുക്കുണ്ടാകും. കർത്താവ് നമ്മളെ എപ്പോഴും അത് ഓർപ്പിക്കും. കർത്താവ് നമ്മളെ എപ്പോഴും അതിനകത്തൂടെ നടത്തും. കർത്താവിൻ്റെ വഴിയിൽ തന്നെ നടത്തും. അപ്പോൾ തെറ്റായ വഴിയിൽ പോകത്തില്ല, പരാജയത്തിൽ പോകത്തില്ല, നഷ്ടങ്ങളിൽ പോകത്തില്ല, ദൈവ വഴിയിൽ പോകാൻ സാധിക്കും. അതുകൊണ്ട് ദൈവഭയമുള്ളവൻ മറ്റൊരാളെ ചീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കത്തില്ല. ദൈവഭയമുള്ളവൻ മറ്റൊരാളുടെ നന്മ എടുക്കാൻ ആഗ്രഹിക്കത്തില്ല. ദൈവഭയമുള്ളവൻ ഒരാൾക്കും എന്നാ പറയുന്നത്, പുറം വാതിലുകളിലൂടെയുള്ള നന്മ ആഗ്രഹിക്കത്തില്ല. ദൈവഭയത്തിൽ ജീവിക്കുക കേട്ടോ. ഈ അന്ത്യകാലമാണ്. ഭയങ്കരമായി മാലിന്യങ്ങൾ ഈ ഭൂമിയിൽ, മ്ലേച്ഛതകൾ നിറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ലോകം, വഞ്ചനയുടെ ലോകം. അവിടെ നമ്മൾ ദൈവഭയത്തിൽ ജീവിച്ചാൽ നമുക്ക് പിടിച്ചു നിൽക്കാം. കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് എടുക്കപ്പെടുവാൻ ഇടവരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധ്യം വേണം. കർത്താവ് വരുന്നത് തന്നെ മണവാട്ടിയെ കൊണ്ടുപോകാനും. അപ്പം ഈ ഭൂമിയിൽ ദൈവഭയത്തോടു കൂടെ ജീവിക്കുക. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടാനായിട്ട് ഒരുങ്ങുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു. God bless you. God bless you.